ഞങ്ങൾ വിചാരിക്കും ഇതിൽ വേറെ എന്തോ ഇൻക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കളർ ദിവസം കഴിഞ്ഞ കുഞ്ഞാളെ എൻ്റെ മെറ്റിൽ കഴിഞ്ഞിട്ടോന്ന് അറിയട്ടോ. അതാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എന്താ സ്ഥിതി? മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ വയനാട്ടിൽ റെഡ് അലർട്ടാന്ന് പറയണ കേട്ടു കേട്ടോ. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. പറയണമെന്ന് ചിലപ്പോൾ മഴ ഉണ്ടാവില്ല, ചിലപ്പോൾ പറയാത്ത ദിവസം മഴ ഉണ്ടാവും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ അല്ലേ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇന്നലെ രാത്രി കുതിർത്തി വെച്ചതാ കേട്ടോ ഗ്രീൻ പീസ്. അപ്പോൾ ഞാൻ വെള്ളാപ്പത്തിന് അരച്ച് വെച്ചിരുന്നു, ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോയി നോക്കിയത് അരച്ച് വെച്ച മാവ് പൊന്തിക്കോന്നാട്ടോ. ഭയങ്കര ടെൻഷനാട്ടോ അരച്ച മാവ് പൊന്തിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നല്ലോണം പൊന്തിക്കണം, ഒരു സമാധാനമായിട്ടോ. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചതാട്ടോ. ഇന്നലെ അരി കുതിർത്തി വെച്ചത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അരച്ച് വെച്ചാൽ രാവിലെ ഇടങ്ങാറാവണ്ടല്ലോ, അരി അരച്ചതുണ്ടെങ്കിൽ വേഗം ചൂടാലോ, കുറച്ച് നേരം വൈകി എണീച്ചാലും കുഴപ്പമില്ല. നേരം വൈകി മീൻസ് രാവിലെ ആവാൻ നേരത്താണ് മോന് കുറച്ച് നല്ലോണം ഉറങ്ങുക. ആ സമയത്ത് നമുക്ക് എണീക്കേണ്ട സമയമാവും. അപ്പം ഞാൻ വിചാരിക്കും ഒരു 6:45 7 മണി നമുക്ക് എണീക്കാം. ഇവർക്ക് 8:45 പോകേണ്ടത്. പിന്നെ മദ്രസും ഇല്ലല്ലോ. ഇനിയിപ്പോൾ മദ്രസ തുറന്നാൽ നടക്കൂല, അതുവരെ അങ്ങനെയൊക്കെ പോകും കേട്ടോ. രാവിലെ ഉമ്മച്ചി വിളിച്ചപ്പോൾ ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിരിക്കണം. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കേട്ടോ. ഇപ്പോൾ ഇവരും കൂടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഒറ്റക്കായില്ല എന്തോ പോലെ കേട്ടോ. കുറേ ദിവസം ഉമ്മച്ചി ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഒന്ന് കൈ കടയുമ്പോൾ പിടിക്കാനും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് പിടിക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇടങ്ങാറാവും. സത്യം പറയും, ഈ സമയത്തൊക്കെ നമ്മളെ അടുത്ത് ഒരാൾ വേണം, നിർബന്ധം കേട്ടോ. പിന്നെ ഉമ്മച്ചിക്ക് പനി ആയതുകൊണ്ട് മാത്രം ഉമ്മച്ചി നിന്നത്. പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഉമ്മച്ചിക്ക്. പിന്നെ എന്താ പറയുക, ഇനി കുട്ടീനെ നമ്മൾ നോക്കാതായി പോവോ കരഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ഉമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ പണിയെടുക്കും, ഞാൻ പണിയെടുക്കുന്ന തിരക്കിൽ മോനെ നോക്കാതാവും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ. ഉമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും പണി അവിടെ നിന്നാലും വേണ്ടിയില്ല, ആ കുട്ടീനെ നോക്കുന്നു. അങ്ങനെയൊക്കെ ആണല്ലോ അമ്മമാർ. അങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ പറയും കേട്ടോ. സമാധാനത്തിന് ഉമ്മച്ചിക്ക് ഒരു സമാധാനമില്ല പുരയിൽ നിന്നിട്ട്. അങ്ങനെ ഇന്ന് ഉമ്മച്ചി വരും എന്നൊക്കെ പറഞ്ഞിരിക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി കറിവേപ്പിലയൊക്കെ പറിച്ച് വന്ന്. ഇപ്പം ഞാൻ പുറത്തിറങ്ങാത്തതുകൊണ്ട് കറിവേപ്പില വരെ കുറച്ച് അത്യാവശ്യം വലുപ്പം വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിമ്പോൾ പോയി നുള്ളി അതിനെ ഞാൻ ചെറുതാക്കി എടുക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ച് വലുതൊക്കെ അയക്കണം, അതുകൊണ്ട് കുറച്ച് വലിയ ഇലയൊക്കെ കിട്ടാൻ തുടങ്ങിയിരിക്കണേ. അങ്ങനെ ഇതാ ഗ്രീൻ പീസ് കറി വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു തക്കാളിയും ഒരു ഉള്ളിയും പിന്നെ പച്ചമുളകും ഒരു വെളുത്തുള്ളിയിലും ഞാനിടും കേട്ടോ ചതച്ചിട്ട്. പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാല, ഇത്തിരി ചിക്കൻ മസാല, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കലാട്ടോ. അങ്ങനെ അതും വേവിച്ചിട്ട് നല്ല വേവിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പൊടി ഇടും, ചിക്കൻ മസാല. ആ മസാല ഇട്ടിട്ട് വറവിടും. ഇങ്ങനെ കേട്ടോ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കൽ. ചിലപ്പോൾ തേങ്ങ അരക്കും കേട്ടോ. ഇന്ന് തേങ്ങ അരക്കണമൊന്നുമില്ല, ഇന്ന് തേങ്ങ അരക്കാതെ വെക്കാൻ വിചാരിച്ച്. ഇനിയിപ്പോൾ വെള്ളാപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കണം, ചായക്ക് വെള്ളം വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. മോന് നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് വേഗം ചുട്ട് ഒഴിവാക്കി അടുക്കള ക്ലീൻ ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞല്ലോ. പിന്നെ ഇന്നലെ മോള് തുടക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ഇന്ന് പറഞ്ഞു വേണ്ട കുക്ക് തുടക്കണ്ട, പിന്നെ അധികം ചളിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഇവർ പുറത്തൊന്നും പോകണില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തുടക്കണ്ട, ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടാൽ മതി എന്ന് പറഞ്ഞ്. വെള്ളാപ്പം അതുപോലെ പത്തിരി, ഇഡ്ഡലി, ഉഴുന്നുദോശ ഈ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പുട്ടൊക്കെ ചുട്ടാൽ നമ്മൾ കട്ടൻ ചായക്ക് ഇങ്ങനെ കറിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ തിന്നൂലേ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോഴേക്ക് ഇപ്പം എന്താ ഇഷ്ടമില്ലാത്തതെന്ന് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷേ കുറച്ചും കൂടി ഇഷ്ടം ഉഴുന്നിൻ്റെ കടികളാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെയൊക്കെ പോയി വിളിച്ചവരെ പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ ചായയും കടിയും കറിയും ഒക്കെ അങ്ങനെ തന്നെ കൊണ്ടുവച്ചിരിക്കണേ. അപ്പോൾ കൂടെ ഉള്ള സമയത്താണെങ്കിലും കറിയൊന്നും ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടൊന്നും ഞങ്ങൾ കൊണ്ടുവരില്ല കേട്ടോ. മീനിൻ്റെ കറീൻ്റെ ചട്ടി, അതുപോലെ എന്താ കറി ചെറുപയർ പരിപ്പ് എന്തിൻ്റെ ചട്ടി, ആ ചട്ടികളൊക്കെ അടക്കിയിട്ടാണ് കേട്ടോ ടേബിളിൽ കൊണ്ടുവയ്ക്കുക. പിന്നെ ടേബിളിൻ്റെ പരിസരത്ത് ആരും ഇരിക്കില്ല, ആരും ഉണ്ടാവില്ല, എല്ലാവരും സോഫയിൽ ഇരിക്കുക. ഒക്കത്തിനും TV കണ്ടിട്ട് തിന്നണം. പിന്നെ ആരുടെ ഫോൺ വെച്ചാൽ ഒരു ടേബിളിൻ്റെ അടുത്തിരിക്കും, ടേബിളിൽ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. ഇതിൻ്റെ ഇടയിൽ കൂടെ ചോറ് വെച്ചു, പിന്നെ ഇന്നലത്തെ ബീഫും ഉണ്ട്, പിന്നെ അത് മതിയല്ലോ. ടാറ്റാ. പിന്നെ ഇതാ ചായ കുടിക്കാനിരുന്നു. മോൻ നല്ല കളിയിലേനും. അപ്പോൾ വിചാരിച്ച് അതങ്ങോട്ട് കഴിഞ്ഞല്ലോ, പിന്നെ മോൻ ഇടങ്ങാറാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിച്ച്. ചോറുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ കുട്ടി ഇപ്പോൾ ഒന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ചോറുന്നതാ. സമയം പറഞ്ഞുതരാം, 3:45 കഴിഞ്ഞിട്ടോ. ഇന്നലെ 3:15 ചോറുന്നേ. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചി ഇതാ വന്നിക്കണേ. എനിക്ക് ചോറുന്ന സമയമില്ല, ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് ഉമ്മച്ചി തിരികെ വന്നു. പനിയൊക്കെ കുറവുണ്ട്. ഉമ്മച്ചി വന്ന സമാധാനം. എന്താ പഴുത്തായോ അമ്മേൻ്റെ തോന്നെ പഴുത്ത പഴം, കാപ്പിപ്പൊടി,
ഇതെന്താ ഉണക്കലല്ലേ? ഉണക്കൽ. പിന്നെ ഉണ്ട. ഞാൻ ചോറ് തിന്നുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരിൻ്റെ ഒരു കഷ്ണം കടിച്ചിട്ടോ മക്കൾസിൻ്റെ ഒക്കെ ഇതാട്ടോ ഇതിൽ ഉണ്ട ഒക്കെ കൊണ്ടുവന്നിക്കണേ. ഇതൊന്നും വേണ്ട, അമ്മച്ചി വന്നല്ലോ, എനിക്കൊന്ന് കുറച്ചേരം ഉറങ്ങാമല്ലോ, സമയത്തൊന്ന് ഫുഡ് കഴിക്കാമല്ലോ. എനിക്കിപ്പോൾ വീഡിയോ വരെ എടുക്കാൻ കിട്ടണില്ല, സാധനങ്ങളില്ല. അതിലൊരു കണ്ടൻറ്റും കാര്യങ്ങളും ആണെങ്കിൽ സമയം വേണ്ടേ? ഇവനെ എടുത്തിരിക്കുമ്പോൾ എന്ത് വീഡിയോ എടുക്കാം? പനി പറഞ്ഞില്ലേ? പനി പറഞ്ഞു, സൗണ്ട് റെഡിയൊന്നുമില്ല. ശരി, സൗണ്ട് ഇതില്ല. വൈകുന്നേരം അമ്മച്ചി ഇത് ഉണ്ടാവണമെന്നില്ല പോരാ. ഇത് മതി. നാളെ ഉണ്ടാക്കാം. നാളെ പഴംപൊരി ഉണ്ടാക്കാം. ഇതെന്താ ഉണക്കല വെച്ച് നമുക്ക് നോക്കാം ഗൈസ്. എന്താ ഉണക്കല? ഉണക്കല എന്തിൻ്റെ? ഞാൻ ചോറിനുമെന്ന് വീഡിയോ എടുത്തേക്കില്ല കേട്ടോ. മീനിന് വില കൂടിയില്ലേ? പക്ഷേ മീൻ ഇതല്ലേ, അപ്പോൾ എല്ലാവരും ഉണക്കലുണ്ടാവും. മാന്തൾ. രണ്ട് അടവുണ്ട്. ഇത് മാന്തൽ. ആ, ഇത് അടവല്ലേ? അടവ് ഇതല്ലേ? എന്താ മറ്റേ അയിലേൻ്റെ മറ്റേ ഇവിടെ അങ്ങനെ സാധനമുള്ള മറ്റേ അയിലല്ലേ ഇത്? അതിൻ്റെ വേറെ പേരായിരിക്കും. ദിസ് ഇസ് എ മാന്തൾ. ഉണക്കൽ പൊരിച്ചിട്ട് പിന്നെ പരിപ്പും താളിച്ചിട്ട് അച്ചാറും കൂട്ടിയിട്ട് വേണം രാത്രി ചോറും തന്നെ. ഇറച്ചി കൂട്ടി പിരാന്ത് കഴിക്കണം. കോഫി പൗഡർ ഇത് നമ്മൾ പുരേ തന്നെ പൊടിപ്പിക്കും കേട്ടോ. ആകെ 2-3 കാപ്പിമാരുണ്ട്. അയിമത്തെ കാപ്പി ഞങ്ങൾ പൊടിക്കും ഒരു വർഷത്തേക്ക് അല്ലേ? ഈ കാപ്പി അങ്ങോട്ട് വെള്ളത്തിലൊക്കെ അങ്ങോട്ടാൽ ചൂടുവെള്ളത്തിൽ കിട്ടാൻ ഒരു മണമുണ്ട്. സൂപ്പർ മണമാണ്. ആ കഴിച്ചോ? കാപ്പി ഇന്ന് ചോറ് ഇന്ന് പൊറോട്ടയോ? അമ്മ ചില ചോറ് നിന്നിട്ട് വരാറ എന്താ? ഇന്ന് ഫുള്ള് പൊറോട്ട. എന്താ കാപ്പിയാ? താങ്ക് യു. തിരക്കുണ്ടല്ലോ ബസ്സിൽ? തിരക്കില്ല. ഇതിങ്ങ പൊന്തണ്ടേ ബസ് കയറ്റാൻ. എന്ത് മാറാൻ പോയിട്ട് ഉമ്മച്ചീനോട് അതിനുള്ള നെറ്റിയൊക്കെ എടുത്തുകൊണ്ടാകാൻ പറഞ്ഞു. ഇവിടെ 2-3 നെറ്റില്ല. അപ്പോൾ നെറ്റിയെല്ലാം നെറ്റ് ഒന്നും സ്കൂളോ എന്നാ ചോറുന്നോ? കുറേ അപ്പം മഴപ്പം വേണ്ട. നല്ല മഞ്ഞിരിക്കില്ലേ? രസമുണ്ട്. പള്ളീൻ്റെ മുമ്പിലതാ മലിഞ്ഞിട്ടുള്ളതാക്കല്ലേ? അവിടെ വരെ നടന്നപ്പോൾ വർഷമല്ലേ? എൻ്റെ കടി കഴിഞ്ഞു ഗൈസ്. കുട്ടികൾ വരുമ്പോൾ ഒരേ നിരക്കാം. കുട്ടികൾ ഓരോ കടിയിൽ നിന്ന് ഇറക്കാൻ വന്നിട്ട് നമുക്ക് ഇത്ര ആണ് ഒരു ദിവസം നടക്കുന്നത്. വേണ്ട ഞാൻ തന്നു. ഇന്ന് ഞാൻ ഉറങ്ങും ഗൈസ്. ഇന്ന് ഞാൻ കിടന്നുറങ്ങും. ഉമ്മച്ചിൻ്റെ അടുത്ത് കുട്ടീനെ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങും. അതിന് മുന്നേ ഞാൻ ഉറങ്ങും. ആഹാ ആഹാ ഞാൻ ഉറങ്ങും. ഉമ്മച്ചി ഉറങ്ങില്ല. ഇന്നലെ 1 മണിയായിട്ട് ഉറങ്ങുമ്പോൾ ആര്? ഞങ്ങൾ 12:30 വന്ന്. ഞങ്ങൾ ഇന്നലെ സർക്കാരിന് പോയിട്ട് നേരം പറ്റാതെ. ഞാനിവിടെ കുട്ടീനെ കൊണ്ട് ചെയ്തിട്ടാണ് നേരം വെക്കണേ. കത്തിക്കൊപ്പുകൊണ്ട് കുറേ തിരിയണ്ടേ. ഞാൻ അമ്മച്ചിനോട് ഒരു സ്ക്രൂ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ഇവിടുത്തെ ഒരു സാധനത്തിന് സ്ക്രൂ പോയി. അപ്പോൾ അവിടുത്തെ ഒരു സ്ക്രൂ കൊണ്ടുവരാൻ, അവിടുത്തെ പാത്രം സ്റ്റാൻഡ് സ്ക്രൂ ഊരി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കട്ടായിപ്പോയി. അതാ ഇന്നലെ മരിച്ചെടുത്ത് പോയിട്ടപ്പോഴാണ് പാവല്ലേ.
നമ്മളവിടെ നാളെ അയൽവാസീൻ്റെ അടുത്ത് കുട്ടി പാല് തരിപ്പ് പോയിട്ട് മരിച്ചു. അയൽവാസി നമ്മുടെ കുടുംബമാണ്, എന്നാലും അയൽവാസി കുടുംബം അങ്ങനത്തെ കുടുംബം നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ കുടുംബം ഒന്നും അറിയില്ല. എന്തോ ഇതൊരു പല കുടുംബറ്റാ. പിന്നെ അയൽവാസിയാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടൊക്കെ ഓരോ മോൻ്റെ കുട്ടി 90 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് 90 കഴിഞ്ഞിട്ടില്ലല്ലോ, 2.5 മാസമായിക്കാളൂ. 90 ആയിട്ടില്ല. അവൾ കൂട്ടി കൊണ്ടുവന്നിട്ടില്ല. ഓൻ്റെ അല്ല ഓളെ വരലുള്ളത് ഒരു അവിടുന്ന് പാല് കൊടുത്തിട്ട് കിടത്തിയാലോ, കിടത്തിയപ്പോൾ തരിപ്പ് പോയിണ്ടാവും. അപ്പോൾ അങ്ങനെ മരിച്ചുപോയി. കേട്ടിട്ട് നല്ല ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും തിന്നും വേണ്ട കുടിക്കും വേണ്ട കുഞ്ഞിനെ നോക്കാൻ വിചാരിക്കും. അപ്പോൾ ഉമ്മച്ചിക്ക് ഭയങ്കര ബേജാറ്. അപ്പോൾ ഇന്ന് ഉമ്മച്ചി രാവിലെ ഇങ്ങോട്ട് പോകുന്നു, സോറി ഉച്ചക്ക് ഇങ്ങോട്ട് പോകുന്നു. അല്ലേ മമ്മി? അല്ലേ മമ്മിയെ? ഓക്കെ. സൽക്കാരത്തിന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? അല്ലാ അടയില്ലാത്ത സാധനം എന്തൊക്കെയാളാ? സമൂസ, പയമ്പൊരി, മറ്റേ എന്തെങ്കിലും കല്ലുമ്മക്കായി, അലീസ. അലീസ ഉമ്മച്ചി കൊണ്ടുവന്ന അലീസ കൊണ്ടുവന്ന കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഉമ്മച്ചി അവിടുന്ന് നല്ല കൊടുന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കണം. ഇതെല്ലാം ബേക്കറി. പിന്നെ ചായ, മന്തി, നെയ്ച്ചോറ്, പോത്ത്, കോഴി കറി, കുറുമി, എന്തെന്നാ കുറുമ, എല്ലാ സാധനവും ഉണ്ട്. ചിക്കൻ മന്തിയോ ബീഫ് മന്തിയോ? എന്താ കോഴി മന്തി. ചോദിച്ചു ചിക്കൻ മന്തിയാണോ ബീഫ് മന്തിയാണോ? എന്താണ് മതാർ പൊട്ടച്ചൊക്കെ പറയണ, അതാണ് ചിക്കൻ മന്തി. അല്ലാ എന്താ ചെയ്യാ. കോഴി മന്തി, നെയ്ച്ചോറുണ്ടാ? രാത്രി ഇതല്ലേ തിന്നാൻ കഴിയാ, ഉച്ചക്കൊക്കെയാണ്. പിന്നിപ്പോൾ എന്താ, അങ്ങനെ ആടുന്ന് വന്നു, ഒന്നുറങ്ങി, എണീച്ച് പോരാൻ നോക്കിയാലോ ഉച്ച കഴിഞ്ഞിട്ട് പെരും മഴ മതി, കയ്യൂലാണ് സാറ് എല്ലാം എടുത്തേച്ച് അടുത്തന്നെ വന്നു. അന്നേരം കാറിനാനും മുറുക്കാൻ വാങ്ങിയിട്ട് വരാം. പാവം വന്നു. എൻ്റെ മക്കളെ മുറുക്കാൻ തിന്ന് എന്താവുന്ന അറിയില്ല. 24 മണിക്കൂർ മുറുക്കാൻ തിന്നല്ലേ ഒരു ഇത്ര ഉണ്ടാവും. എവിടെ സാധനമൊക്കെ എവിടെ? ഒരു മിനിറ്റ് കാണിച്ചു തരാം, 10 മിനിറ്റ് ഒന്ന് കൊണ്ടുവന്നാൽ കാണിച്ചു തരാം. ഇതൊക്കെ മുറുക്കാൻ നിങ്ങൾ വിചാരിക്കും ഇതിൽ വേറെ എന്തോ ഇക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഉമ്മച്ചിക്കായിട്ട് കൊണ്ടുവന്ന് മുറുക്കാനുണ്ടോ, കാണിച്ചു തരാം. വെത്തില ഇതൊക്കെ 2 സെക്കൻഡ് ആവും. 2 സെക്കൻഡ് കുഞ്ഞാളെ എൻ്റെ വെത്തില കഴിഞ്ഞിട്ടോന്ന് അറിയട്ടോ. അരക്കെട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ വാങ്ങിക്കൊടുത്തതാ കേട്ടോ. ഓരാണ് നല്ലോണം തീറ്റിക്കും ചെയ്തു. ഇല തീറ്റിക്കും. പോരാത്ത പശുവാ. ഉണ്ടാ ഇതെന്താ കാണിച്ചറ കൈസ് കഴിഞ്ഞിട്ടില്ല. ഇതെന്താ നിങ്ങൾ വിചാരിക്കും പുളിയാണ്, ഇത് പുളിയല്ല. ഇതെന്താ അറിയോ, പുകയില. കാണിച്ചറ ഇത്ര ആടുണ്ടല്ലോ. നമുക്കാണിത് കൈ പിടിക്കുമ്പോൾ ഇഷ്ടമല്ല, ഭയങ്കര സ്മെല്ലാണ്, പിന്നെ മണം ഇഷ്ടമല്ല. കാണിച്ചരാ ഇത് ഞാൻ ശരിയട്ടെ കാണിച്ചു കൊടുക്കാൻ. ഇതുണ്ടല്ലേ, ഇതൊക്കെ പുകലയാണ്. ഇതൊക്കെ ഇയാളെ വള്ളയിൽ പോകാനുള്ളതാണ്. ഇതൊക്കെ പുകല. ഇതൊക്കെ ഇങ്ങനെ ഇതെല്ലാം കൂട്ടി തിന്നാനുള്ളതാണ്. മക്കളെ കഥയാണ് കഥ. ഇത് സീസ് അടക്ക ഉണ്ടോ, എത്ര അടക്ക അത് 25 അടക്കണ്ടോ എനിക്ക്? കഴിഞ്ഞൊല്ലൊന്നും അടക്ക വാങ്ങേണ്ടി വന്നിട്ടില്ലല്ലേ? വീഡിയോ കാണുന്നവർ അടക്ക സ്പോൺസർ ചെയ്യും. നല്ലോണം നന്നാക്കാൻ ഇടങ്ങാറായിട്ട് സമയം വൈകിപ്പോണ്ട മുറുക്കാൻ വെച്ചിട്ട് നല്ല നന്നാക്കി ഉസാറാക്കി കൊണ്ടുനിൽക്കണേ. പിന്നെ ഇത് കയ്യുമ്പക്കും ഇത് കുറേ മുറിച്ച് കൊണ്ട് നിൽക്കണം. ഓരോ ഇത്ര പീസ്, ഒന്നിന് ഇത്ര പീസ് എടുക്കുക, ഇത്ര പീസ് എടുക്കുക കേട്ടോ. അപ്പം അതിന് ഇതാ കുറേ മുറിച്ച് കൊണ്ട് നിൽക്കണേ. ഇത് കയ്യുമ്പക്കും ഈ നന്നാക്കിയത് മുറിക്കാൻ വേണ്ടിയിട്ട് അതും കൊണ്ട് നിൽക്കണം. കുറേ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. എനിക്ക് ഇതൊന്നും കണ്ടിട്ടില്ല, എനിക്ക് ഈ പുകലാണ് കേട്ടോ. ഇത് വിറകും കെട്ടുന്നുണ്ട്.
ഓക്കെ, കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി മുറിച്ചിട്ട് പാടുണ്ട്. എത്രയാ റബ്ബേ, ഇതൊക്കെ എന്തിനാ ഇത് മുറുക്കിയിട്ട് ആകെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വായി വെക്കുള്ളൂ. ഇത് എന്തിനാ ഇങ്ങനെ മുറുക്കുന്നത് എനിക്കറിയില്ലേ. ഉമ്മച്ചിയുടെ അടുത്തിടോ? ഇല്ല, ഇതെന്തെങ്കിലും ചെരിഞ്ഞേ മണക്ക് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, ഒരു അറിയണമല്ലോ. എന്തിനീ ഞാൻ മുറുക്കുന്ന ആളാന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു മണമോളായത് ഏത് എന്തെന്ന സാധനം, ഇത് എന്തും കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പോകല? അത് ഈ നമ്മളെ ഇതില്ല, പിന്നെ കുമ്പളങ്ങാൻ്റെ ഇല മത്തനെ പോകുന്നില്ല, അതേപോലെ ഒരു വള്ളിയാണ് ഇത്. ഇതിങ്ങനെ പടർന്നു പോവും. അപ്പോൾ വേക്കിൽ ഉണങ്ങി തൊയ്യുന്നു ഇങ്ങനെ നിൽക്കുന്നില്ല ഇല വള്ളി. ഇത് കുമ്പളങ്ങാൻ്റെ ഇതായിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ എന്തോ ഒരു ലഹരി അമ്മിച്ചാണ് ഇങ്ങനെ സ്മെല്ലൊക്കെ ഒഴിവാക്കി കൂടി. എന്തിനാ അതൊക്കെ ചമച്ച് തിന്നിട്ട് എന്ത് കാര്യം? മൈക്കോളല്ല തിന്നോ? രാവിലെ വന്നിട്ട് പല്ല് കേൾക്കണ മുമ്പ് ഇത് ചമച്ചിട്ട് തുപ്പിയിട്ടാ പല്ല് കേൾക്കുക. അതൊക്കെ ഒരു അത്ഭുതം തന്നെ. ഇത് എത്ര ചെറുപ്പത്തിൽ തുടങ്ങി വെച്ചത് മുറുക്കാൻ? ഞാൻ മദ്രസ പോന്നപ്പോ അകത്തിലിട്ട പേപ്പറാണ് ഞാൻ ചുറ്റി കുട്ടി. അകത്തിലുണ്ട ഫോണിൽ എങ്ങനെ ഏടിയാ വെക്കുക, ഇത്ര മാണ്ടാന്ന് എനിക്ക്. ഇത് വേദായി പോലേ, വാടിപ്പോലേ? ഞാൻ പറഞ്ഞ ഒരു 10 ഉറുപ്പ്യക്ക് ഒരടുക്ക് വന്നു. അടുത്ത ആരെങ്കിലും വീഡിയോ വന്നവരും മുറുക്കണമെങ്കിൽ ഇവിടെ സമീപിക്കുക. അമ്മച്ചിൻ്റെ കൂടെ കൂടാൻ ആടുന്ന ആരിസ് ഉണ്ടാവും, അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മുജീവ് ഉണ്ടാവും, വീണയില പോകുന്നവരുണ്ടാവും, ആരൊക്കെ ഉണ്ടാവും. ഇവിടെ അടുത്തുള്ള ആരെങ്കിലും മുറുക്കണം എന്ന് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഒരു കമ്പനിക്ക് വന്ന് മുറുക്കാവുന്നതാണ്. സാധനം വേണ്ട, പൈസയും വേണ്ട അല്ലേ? എനിക്ക് ലാഭമല്ലേ, 10 ഉറുപ്പ്യ വെത്തില. എനിക്കിവിടെ വന്ന് അമ്മച്ചിക്ക് വെത്തില മാത്രം വാങ്ങിക്കൊടുത്തായി. ഇവിടെ വന്ന് പുകലൊക്കെ ലോഡ് കണക്കിന് കൊണ്ടുവന്നുകൊണ്ട് പുകല വേണ്ടില്ല. പിന്നെ മക്കൾ മദ്രസ വിട്ടിരുന്ന വെത്തില മേടിക്കും. ഇത് വേഗം നാശമല്ല ഇത്രയും വാങ്ങിയിട്ട്. അതന്നെ ഇപ്പം ഞാനും വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളെ കഥ. അമ്മച്ചി വന്നതാ, ടേബിളൊക്കെ പരന്ന് കിടക്കണം, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി റെഡിയാക്കണം. വലിയ ബാഗും മൊത്തം അതൊക്കെ വന്നു. ഇതൊക്കെ എങ്ങനെ ബസ് കൊണ്ടുവന്നോളെ. അലീസയുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കവറ് വേണം ഇതിടാൻ. എന്നിട്ടിപ്പോൾ ചായപൊടീൻ്റെ വീഡിയോസ് ഒന്നും എടുക്കില്ല കേട്ടോ. ചായ ഇപ്പം ഇനിയിപ്പോൾ മക്കൾ വന്ന് ഉണ്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതുമുണ്ട്, ബേക്കറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കാച്ചും കുടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.